അഷ്കർ അലി കരിമ്പ കൂടി ചേരുന്നുണ്ട്. അഷ്കർ, ഇപ്പോൾ സുഗുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്കറിയാവുന്നതുപോലെ നേരത്തെ മുബഷീർ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കരുത്തനായി PV അൻവർ പുറത്തു വരുമ്പോൾ DMK പ്രവർത്തകർ വലിയ സ്വീകരണം ഒരുക്കാനിരിക്കെയാണ് സുഗുവിനെ പോലെ അൻവറിനൊപ്പം നിൽക്കുന്ന പ്രബലനായ ഒരു നേതാവിനെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിനിത, അല്പം മുമ്പ് വഴിക്കടവ് വെച്ചാണ് വഴിക്കടവ് പോലീസിൻ്റെ സഹായത്തോടെ നിലമ്പൂർ പോലീസ് സുഗുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് നേരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യഘട്ടം മുതൽ PV അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആദ്യഘട്ടത്തിൽ ചന്തക്കുന്ന് ഒരു പൊതുസമ്മേളനം വിളിക്കുന്നു. നമുക്കറിയാം, വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പൊതുസമ്മേളനമായിരുന്നു. ആ വേദിയിൽ വെച്ച് PV അൻവറിനൊപ്പം നിന്ന് ആ വേദിയിൽ സ്വാഗത പ്രസംഗം നിർവഹിച്ച മുമ്പ് CPM-ന്റെ പാർട്ടി കമ്മിറ്റി അംഗമായിരുന്ന, അതുപോലെ തന്നെ വഴിക്കട മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സുഗു തന്നെയായിരുന്നു അൻവറിനൊപ്പം നിന്ന് മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയിരുന്നത്, കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അൻവർ ജയിലിനകത്തേക്ക് പോയപ്പോഴും ഇന്ന് നമ്മളൊക്കെ തന്നെ ആശ്രയിച്ചിരുന്ന നേതാക്കൾ ഒരാളാണ് സുഗു എന്നുള്ള സുഗു, വഴിക്കടവ് സ്വദേശി. ആ സുഗുവിനാണ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, PV അൻവറിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുന്ന അതേ മണിക്കൂറിൽ തന്നെയാണ് സുഗു അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് DMK പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. നേരത്തെ തന്നെ PV അൻവർ അടക്കമുള്ള ഉന്നയിക്കുന്നത് ഇത് ഭരണകൂട ഭീകരതയാണ്, തന്നെ അറസ്റ്റ് ചെയ്തടക്കം ഭരണകൂട ഭീകരതയാണ് എന്നുള്ളതാണ് PV അൻവർ അടക്കം ഉന്നയിച്ചിരുന്ന ആരോപണം. സമാനമായ രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പോലീസ് നിലമ്പൂർ സ്റ്റേഷനിൽ എത്തിച്ച് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സുഗു നമ്മളോട് പറഞ്ഞു വെച്ചതും അതുതന്നെയാണ്. പോലീസല്ലേ, അവർക്ക് എന്തും ചെയ്യാമല്ലോ എന്നൊരു ചോദ്യമാണ് സുഗു ഉന്നയിച്ചത്. അഥവാ കൃത്യമായ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നടപടി ഭാഗമായിട്ടാണ് ഈ അറസ്റ്റിനെയും കാണുന്നത്. 11 പേരെ പ്രതി ചേർത്ത കേസിൽ ഇപ്പോൾ 6ാമത്തെ ആളായിട്ടാണ് സുഗുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ DFO ഓഫീസ്, നോർത്ത് DFO ഓഫീസിൻ്റെ അകത്ത് കയറി വാതിൽ പൊളിച്ച് അതിനോടൊപ്പം തന്നെ അകത്തെ ഫർണിച്ചർ അടക്കം തല്ലി തകർത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ അതിക്രമം നടത്തിയെന്നുള്ള നിലമ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR-ന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയായി PV അൻവർ ഒന്നാം പ്രതിയാക്കി നിലമ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അതിൽ 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 5 പേരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിലാണ് ഇന്ന് കോടതി തീരുമാനത്തിനനുസരിച്ച് അവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ അവർക്ക് ജാമ്യം ലഭിക്കുമ്പോഴാണ് 6ാമത്തെ പ്രതിയായി DMK-യിൽ തന്നെ അൻവറിന് ശേഷം ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളായി അല്ലെങ്കിൽ അത്തരത്തിൽ അൻവറിനൊപ്പം നിന്ന് കാര്യങ്ങൾ ക്രോഡീകരിച്ചിരുന്ന ഒരാളായിരുന്ന സുഗുവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അൻവറിന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ നിലമ്പൂരിലൊക്കെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ DMK നേതൃത്വം തീരുമാനിച്ചിരുന്നു. പക്ഷേ അത്തരം പ്രതിഷേധ സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുഗുവിൻ്റെ അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. എന്തായാലും ഇപ്പോൾ നിലമ്പൂർ സ്റ്റേഷനിൽ സുഗു ഉണ്ട്. സുഗുവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ, അതല്ലെങ്കിൽ നേരത്തെ FIR-ൽ PDP ആക്ട് അടക്കമുള്ള അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ 3 എണ്ണമാണ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി അൻവറിന് റിമാൻഡ് ചെയ്തതുപോലെ തന്നെ സുഗുവിനും റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ സുഗുവിനും ജയിലിലേക്ക് പോകേണ്ടി വരും. കാരണം ഇനി നാളെ മാത്രമേ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാകൂ. അല്ലെങ്കിൽ റിമാൻഡിലാവുന്ന ഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാകുന്ന ഘട്ടത്തിൽ മാത്രമേ അത്തരത്തിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ PV അൻവറിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ആ കോടതി ഉത്തരവ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സുഗുവിന് ജാമ്യം ശ്രമിക്കാവുന്നതുമാണ്. എന്തായാലും അതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത്, PV അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങുന്ന അതേ മണിക്കൂറിൽ തന്നെ PV അൻവറിൻ്റെ കൂട്ടാളി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു, ഇല്ലെങ്കിൽ സ്റ്റേഷനിലകത്ത് തളച്ചിടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇനി അതിലൊക്കെ PV അൻവർ നടത്താൻ പോകുന്ന പ്രതികരണങ്ങൾ, ഇന്ന് ജയിലിൽ നിന്ന് PV അൻവർ പുറത്തിറങ്ങുകയാണെങ്കിൽ സുഗുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ PV അൻവർ നടത്താൻ പോകുന്ന പ്രതികരണങ്ങൾ നിർണായകമായിരിക്കും. ഒരുപക്ഷേ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള ഉന്നത ഗൂഢാലോചനയുടെ ഭാഗമാണ് തൻ്റെ അറസ്റ്റ് എന്നായിരുന്നു അൻവർ വിശേഷിപ്പിച്ചിരുന്നത്. സുഗുവിൻ്റെ അറസ്റ്റ് കൂടിയാകുമ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ അൻവറിന് ഒരു അവസരം കൂടി ലഭിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷേ PV അൻവറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക. കൂടുതൽ DMK നേതാക്കൾ കൂടി ഇനിയും അറസ്റ്റിലാവാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അന്ന് 11ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ 5 പ്രവർത്തകരെയും PV അൻവർ MLA-യും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 6ാമതായി സുഗുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും 5ഓളം വരുന്ന നേതാക്കൾ കൂടി അറസ്റ്റിലായേക്കും. സ്വാഭാവികമായും അതിൽ DMK-യിൽ ഏറ്റവും അൻവർ കഴിഞ്ഞാൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ, അതിനോടൊപ്പം തന്നെ അവിടെ ഓഫീസ് അടച്ചു നിൽക്കുമ്പോൾ അകത്തുള്ളതായി പോലീസ് തന്നെ പകർത്തിയ ദൃശ്യങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ അടുത്ത മണിക്കൂറിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ സുഗു വ്യക്തിപരമായി നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അൻവറിന് ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു സുഗു പറഞ്ഞിരുന്നത്. അതല്ലെങ്കിൽ അൻവർ ഒപ്പം
ഒപ്പമുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ അൻവറിന് ജാമ്യം ലഭിക്കുമ്പോഴും ഒപ്പമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അതിന് രാഷ്ട്രീയമായി ഉയർത്തുക തന്നെയായിരിക്കും ഇനി അൻവർ പ്രധാനമായും ചെയ്യുക. കാരണം രാഷ്ട്രീയമായി തന്നെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് തന്നെ വേട്ടയാടുന്നു എന്നുള്ള അൻവറിൻ്റെ വാദങ്ങൾക്ക് അടിത്തറ പകരുന്ന ഒരു അറസ്റ്റായിരുന്നു. പക്ഷേ ഇത് മാറുമെന്ന് വിലയിരുത്തും. ആ രീതിയിലുള്ള നീക്കങ്ങൾ അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പോലീസിനെ അതിക്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂരിലെത്തിയപ്പോൾ നടത്തിയ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ അറസ്റ്റിൻ്റെ നടപടിയിൽ അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ആ അസ്വാഭാവികത തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് പോലീസ് നടത്തിയത് ഉന്നത ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് അത് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം പോലീസ് അത്തരത്തിലൊരു നടപടി സ്വീകരിച്ച്. അതുകൊണ്ടാണ് അൻവറിൻ്റെ അറസ്റ്റ് അത്തരത്തിൽ നാടകീയമായി പോയത് എന്നുള്ള ഒരു മറുപടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി അടക്കം PB അൻവറിൻ്റെ അറസ്റ്റിനെ രാഷ്ട്രീയമായി അൻവറിൻ്റെ ജനകീയാത്ര പരാജയപ്പെട്ടപ്പോൾ നടത്തിയ ആസൂത്രിത അക്രമമായിരുന്നു DF ഓഫീസ് ആക്രമണം. അതിൽ പോലീസ് നടത്തിയ നീതിപൂർവമായ ഇടപെടലെന്ന് വിശേഷിപ്പിക്കാനാണ് CPM ശ്രമിച്ചിരുന്നത്. എന്തായാലും രാഷ്ട്രീയമായി അൻവറിന് ഈ ഒരു അറസ്റ്റ് നേട്ടമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലീഗ് അടക്കം കടുത്ത സമ്മർദ്ദ ശക്തിയായി മാറി ഘട്ടത്തിൽ UDF-ലേക്കുള്ളൊരു പ്രവേശന കവാടമായി ഈ അറസ്റ്റ് അൻവറിൻ്റെ മാറിയിട്ടുണ്ട്. വിനീത. ശരി, അഷ്കർ അലി, കരിമ്പയും മുബഷീർ P അക്ബറും സിനോജ് തോമസും AK അഭിലാഷും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ ഇപ്പോൾ പുറത്തിറങ്ങുമെന്നാണ് അറിയേണ്ടത്. നമുക്ക്